എങ്കിൽ സ്വാഭാവികമായും ഒരു ചോദ്യമുണ്ടാകും, ദജ്ജാലിനെ കൊല്ലാൻ വേണ്ടി ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം വീണ്ടും വരികയോ? അങ്ങനെ കഴിഞ്ഞുപോയ പ്രവാചകന്മാർ വീണ്ടും വരിക എന്നത് സംഭവ്യമാണോ? അങ്ങനെയുള്ള ചോദ്യങ്ങൾ സ്വാഭാവികമായും ഉണ്ടാകും. ആ ഒരു സംശയത്തിൻ്റെ പേരിൽ തന്നെ വ്യത്യസ്തങ്ങളായ വിഭാഗങ്ങൾ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം വരികയില്ല, അങ്ങനെയൊന്നും സംഭവിക്കുകയില്ല, നന്മയുടെ പ്രതീകം തിന്മയുടെ പ്രതീകമായ ദജ്ജാലിനെ വധിക്കും എന്നതിനപ്പുറത്ത് ഒരു ദജ്ജാലുമില്ല, ഈസാ നബി വരികയുമില്ല എന്ന് വളരെയധികം ആളുകളും വിഭാഗങ്ങളും വാദിക്കുന്നുണ്ട്. എങ്കിൽ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം വരുമോ? അന്ത്യസമയത്തിൻ്റെ അടയാളമായി അദ്ദേഹം വീണ്ടും വരുമോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ചയാണ്. ഇൻഷാ അല്ലാഹ് ആ ചർച്ചയിലേക്കാണ് ഇനി നാം പ്രവേശിക്കാൻ പോകുന്നത്. നുസൂലു ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം, ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ വരവുമായി ബന്ധപ്പെട്ട് ഇനി നമുക്കൊരൽപ്പം കാര്യങ്ങൾ പഠിക്കാം. ഒന്നാമത്തെ തെളിവ് പരിശുദ്ധ ഖുർആനിൽ നിന്നാണ്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തു സുഖ്റുഫിലെ 61, 62 ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വ ഇന്നഹു, തീർച്ചയായും ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം. കാരണം അതിനു മുമ്പ് പറഞ്ഞു വരുന്നത്, അതിനു മുമ്പുള്ള വചനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമയെ സംബന്ധിച്ചാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വ ഇന്നഹു, തീർച്ചയായും ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം ലഇൽമുൽ ലിസ്സാഅ, അന്ത്യസമയത്തിൻ്റെ അറിവാകുന്നു, അന്ത്യസമയത്തെ അറിയിച്ചുകൊണ്ട് വരുന്ന വ്യക്തിത്വമാകുന്നു. ഫലാ തംതറുന്ന ബിഹാ, അതുകൊണ്ട് നിങ്ങൾ അതിൽ സംശയിക്കരുത്. വത്തബിഊനി ഹാദാ സിറാത്തും മുസ്തഖീം, അതിനാൽ നിങ്ങൾ എന്നെ പിൻപറ്റണം, ഇതാകുന്നു നേരായ മാർഗം. വലാ യസുദ്ദന്നകുമുശ് ശൈത്താൻ ഇന്നഹു ലകും അദുവ്വുൻ മുബീൻ, പിശാച് നിങ്ങളെ തെറ്റിച്ചു കളയാതിരിക്കട്ടെ, അവൻ നിങ്ങളുടെ പ്രത്യക്ഷ ശത്രുവാകുന്നു. അപ്പോൾ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം വ ഇന്നഹു ലഇൽമുൽ ലിസ്സാഅ, ഖിയാമത്ത് നാളിൻ്റെ ഇൽമാകുന്നു. മഹാനായ ഇബ്നു ജരീർ അത്വബരി റഹിമഹുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും മറ്റും ഉദ്ധരിക്കുന്ന ചില അസറുകളിൽ നമുക്ക് കാണാം, ചില സ്വഹാബികൾ വ ഇന്നഹു ലഇൽമുൻ എന്നതിനു പകരം വ ഇന്നഹു ലഅലമുൽ ലിസ്സാഅ, അലമുൻ, അലമെന്ന് പറഞ്ഞ അടയാളം, അദ്ദേഹം അന്ത്യസമയത്തിൻ്റെ അടയാളമാണ് എന്ന് പാരായണം ചെയ്തിട്ടുണ്ട്. ഇൽമ് എന്നതിനു പകരം അലമുൻ, അടയാളമാണ്. എന്നാൽ പരിശുദ്ധ ഖുർആനിൽ ഇൽമുൽ ലിസ്സാഅ എന്നാണ് മഹാഭൂരിപക്ഷം വരുന്ന കാര്യങ്ങളും ഓതിയിട്ടുള്ളത്. അതുകൊണ്ട് അങ്ങനെ തന്നെയാണ് പാരായണം ചെയ്യേണ്ടത്. പക്ഷേ അദ്ദേഹം അന്ത്യസമയത്തിൻ്റെ ഇൽമാണ് എന്ന് പറഞ്ഞാൽ അത് അന്ത്യസമയത്തുള്ള അദ്ദേഹത്തിൻ്റെ വരവാണ് എന്ന വിഷയം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്നു, അനിബ്നി അബ്ബാസിൻ വ ഇന്നഹു ലഇൽമുൽ ലിസ്സാഅ, ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം അന്ത്യസമയത്തിൻ്റെ ഇൽമാണ്, അറിവാണ്. ഖാല ഹുവ ഖുറൂജു ഈസ ഇബ്നി മറിയം അലൈഹിസ്സലാം ഖബ്ല യൗമിൽ ഖിയാമ, ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം ഖിയാമത്ത് നാളിന് മുമ്പ് ഇവിടേക്ക് വരുന്നതിനെ സംബന്ധിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഖിയാമത്ത് നാളിന് മുമ്പ് ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം ഒരിക്കൽ കൂടി ഭൂമിയിൽ വരും. കാരണം നമുക്കറിയാം ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം മരണപ്പെട്ടിട്ടില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തേക്ക് ഉയർത്തിയതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം വീണ്ടും ഭൂമിയിലേക്ക് വരും ഖിയാമത്ത് നാളിന് മുൻപേ. അതിനെ സംബന്ധിച്ചാണ് ഈ ആയത്ത് പറയുന്നത് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതായി സ്വഹീഹായ സനദുകളിലൂടെ സ്ഥിരപ്പെട്ടിട്ടുണ്ട് എന്നത് തന്നെ പരിശുദ്ധ ഖുർആനിൽ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ വരവിന് തെളിവുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കുന്നതാണ്. അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായം സൂറത്തുൻ നിസായിലെ 157, 158, 159 വചനങ്ങൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല യഹൂദന്മാരെ സംബന്ധിച്ച് പറയുകയാണ്, വഖൗലിഹിം, യഹൂദന്മാർ പറഞ്ഞു, ഇന്നാ ഖതൽനൽ മസീഹ ഈസ ഇബ്ന മറിയം റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലായ മറിയമിൻ്റെ മകൻ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമയെ ഞങ്ങൾ കൊന്നിരിക്കുന്നു, കുരിശിൽ തറച്ചുകൊണ്ട് അദ്ദേഹത്തെ ഞങ്ങൾ കൊന്നു എന്ന് യഹൂദന്മാർ വാദിച്ചു. കാരണം യഹൂദന്മാർ എക്കാലഘട്ടത്തിലും അവർ പ്രവാചകന്മാരെ വധിച്ചിട്ടുണ്ട്, നന്മ കൽപ്പിക്കുന്ന ആളുകളെ വധിച്ചിട്ടുണ്ട്. കാരണം ഷർറിൻ്റെ ആളുകളാണ് യഹൂദന്മാർ മഹാഭൂരിപക്ഷവും. അവരിൽ മഹാഭൂരിപക്ഷവും കരാറുകൾ പാലിക്കാത്തവരും സമൂഹത്തിൽ ഫിത്നയുണ്ടാക്കുന്നവരുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കുരങ്ങന്മാരും പന്നികളുമാക്കി രൂപാന്തരം ചെയ്ത വിഭാഗങ്ങളാണവർ എന്ന് പരിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. അത്രമാത്രം അള്ളാഹുവിനോട് ധിക്കാരം കാണിച്ച നന്ദി കെട്ട ഒരു ജനതയാണ് യഥാർത്ഥത്തിൽ അവർ. മഹാനായ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം
ആ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയെ അവർ പറഞ്ഞിരുന്നത് വ്യഭിചാരപുത്രൻ എന്നായിരുന്നു. മറിയം അലൈഹിസ്സലാത്തു വസ്സലാം അവർ വിവാഹിതയല്ലാതെ കുഞ്ഞുണ്ടായാൽ അത് വ്യഭിചാരത്തിലൂടെയാണ് എന്നതല്ലാതെ മറ്റൊരു മാർഗമില്ല എന്നും അവർ പറയുകയും അള്ളാഹുവിൻ്റെ മഹത്തായ കഴിവിനെ അവർ നിരാകരിക്കുകയുമാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അഹ്ലുസുന്നത്തി വൽ ജമാഅ അല്ലെങ്കിൽ മുസ്ലിമീങ്ങൾ ഈ രണ്ട് മതങ്ങൾക്കുമിടയിലാണ്. അഥവാ ക്രിസ്ത്യാനികൾ പറഞ്ഞു പിതാവില്ലാതെ ജനിച്ചതുകൊണ്ട് അള്ളാഹുവിൻ്റെ മകനാണ് എന്ന്. യഹൂദന്മാർ പറഞ്ഞു പിതാവില്ലാതെ ജനിച്ചതുകൊണ്ട് വ്യഭിചാരപുത്രനാണ് എന്ന്. എന്നാൽ മുസ്ലിമീങ്ങൾ പറഞ്ഞു പിതാവില്ലാതെയാണ് ജനിച്ചത്, എന്നാൽ അള്ളാഹുവിൻ്റെ മകനല്ല. കാരണം അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്, ഏതൊന്നിനെ സൃഷ്ടിക്കുവാനും അള്ളാഹു കഴിവുള്ളവനാണ്. ആദം അലൈഹിസ്സലാത്തു വസ്സലാമക്ക് ഉപ്പയും ഉണ്ടായിരുന്നില്ല, ഉമ്മയും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഉപ്പയും ഉമ്മയുമില്ലാതെ ആദം നബിയെ സൃഷ്ടിക്കാൻ കഴിവുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് പിതാവില്ലാതെ ഈസാ നബിയെ സൃഷ്ടിക്കാൻ കഴിയുക എന്നത് ഒരു പ്രശ്നമേയല്ല എന്ന് പറയുകയും അള്ളാഹുവിൻ്റെ ആ ഖുദ്റത്തിൽ അംഗീകരിക്കുകയും ഏറ്റവും ശരിയായ നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. അതേ സന്ദർഭത്തിൽ അദ്ദേഹം അള്ളാഹുവിൻ്റെ മകനല്ല, പക്ഷേ അള്ളാഹുവിൻ്റെ റസൂലാണ്. യഹൂദികൾ പറയുന്നത് പോലെ വ്യഭിചാരപുത്രനല്ല എന്നും മുസ്ലിമീങ്ങൾ പറയുന്നു. അതാണ് ഇസ്ലാമിൻ്റെ മധ്യമ നിലപാട്. അപ്പോൾ യഹൂദന്മാർ പറയുന്നത് വഖൗലിഹിം മിന്നാ ഖതൽനൽ മസീഹ ഈസ ഇബ്ന മർയമ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലായ ഈസാ നബിയെ കൊന്നു എന്ന് യഹൂദന്മാർ വാദിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു വമാ ഖതലൂ, അവർ അദ്ദേഹത്തെ കൊന്നിട്ടില്ല. വമാ സലബൂഹു, അദ്ദേഹത്തെ കുരിശിൽ തറച്ചിട്ടുമില്ല. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയെ കുരിശിൽ തറച്ചു എന്ന വാദം തെറ്റാണ്. അത് വിശ്വസിക്കുന്ന ക്രിസ്ത്യാനികളും തെറ്റാണ് വിശ്വസിക്കുന്നത്, അത് വാദിക്കുന്ന യഹൂദന്മാരും തെറ്റാണ് വാദിക്കുന്നത്. അള്ളാഹു പറയുന്നു ഇത് രണ്ടും സംഭവിച്ചിട്ടില്ല. വലാകിൻ ശുബ്ബിഹ ലഹും, അവർക്കങ്ങനെ തോന്നിപ്പിക്കപ്പെടുകയാണ് ചെയ്തത്, അവർക്ക് ആശയക്കുഴപ്പമുണ്ടാവുകയാണ് ചെയ്തത്. അവർ യഥാർത്ഥത്തിൽ ഈസാ നബിയെ കുരിശിൽ തറച്ചിട്ടില്ല, പകരം മറ്റേതോ ഒരു വ്യക്തിയാണ് കുരിശിൽ തറയ്ക്കപ്പെട്ടത് എന്നതാണ് പണ്ഡിതാഭിപ്രായം. അതേതോ ആവട്ടെ, ഈസാ നബി അവർ കൊന്നിട്ടില്ല, കുരിശിൽ തറച്ചിട്ടില്ല. വഇന്നല്ലദീന ഇഖ്തലഫൂ ഫീഹി ലഫീ ശക്കിൻ മിൻ, അദ്ദേഹത്തിൻ്റെ വിഷയത്തിൽ അഭിപ്രായ ഭിന്നതയായ ആളുകൾ അവർ സംശയത്തിലാണ്. മാലഹും ബിഹി മിൻ ഇൽമിൻ ഇല്ല ഇത്തിബാഅൻ, അവർക്കതിനെ സംബന്ധിച്ച് യാതൊരു ഇൽമുമില്ല, അവർ ഊഹത്തെ പിന്തുടരുന്നു എന്നതല്ലാതെ. വമാ ഖതലൂഹു യഖീന, യഖീനായിട്ടും ഉറപ്പായിട്ടും അവർ ഈസാ നബിയെ കൊന്നിട്ടില്ല. അവർ ചില ഊഹത്തെ പിൻപറ്റുന്നു എന്നതല്ലാതെ. വമാ ഖതലൂഹു യഖീന ബർ റഫഅഹു അല്ലാഹു ഇലൈഹി, മറിച്ച് അള്ളാഹു അദ്ദേഹത്തെ അള്ളാഹുവിലേക്ക് ഉയർത്തിയതാണ്. വകാന അല്ലാഹു അസീസൻ ഹക്കീമ, അള്ളാഹു പ്രതാപിയും അഗാധജ്ഞനുമാകുന്നു. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈസാ നബിയെ അള്ളാഹുവിലേക്ക് ഉയർത്തിയതാണ്. അവർ യഖീനായിട്ടും ഉറപ്പായിട്ടും ഈസാ നബി അവർ കുരിശിൽ തറച്ചിട്ടില്ല, കൊന്നിട്ടുമില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു വഇൻ മിൻ അഹ്ലിൽ കിതാബി ഇല്ലാ ലയുഅ്മിനന്ന ബിഹി ഖബ്ല മൗതിഹി, വേദക്കാരിൽ ഒരാളും ഉണ്ടാവുകയില്ല അദ്ദേഹം മരണപ്പെടുന്നതിന് മുമ്പ് അദ്ദേഹത്തിൽ വിശ്വസിച്ചുകൊണ്ടല്ലാതെ. വയൗമൽ ഖിയാമത്തി യകൂനു അലൈഹിം ഷഹീദ, ഖിയാമത്ത് നാളിൽ അവർക്കെതിരിൽ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം സാക്ഷിയുമായിരിക്കും. അപ്പോൾ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം രണ്ടാമത് ഇവിടെ വരികയും അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് ലോകത്ത് അവശേഷിക്കുന്ന വേദക്കാരായ ആളുകൾ മുഴുവൻ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയിൽ വിശ്വസിക്കുമെന്ന്. യഹൂദന്മാരിൽപ്പെട്ടവരും അതേപോലെ തന്നെ ക്രിസ്ത്യാനികളിൽപ്പെട്ടവരുമായ അവശേഷിക്കുന്ന ആരെങ്കിലും ഈ ഭൂമുഖത്തുണ്ടെങ്കിൽ അവരെല്ലാവരും ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയിൽ വിശ്വസിക്കും. അല്ലെങ്കിൽ അവരുടെ വാദങ്ങളിൽ നിന്ന് തന്നെ അവർ പിന്മാറും. യഹൂദികൾ അദ്ദേഹത്തെ കൊന്നു എന്ന വാദത്തിൽ നിന്ന് പിന്മാറും. അതേപോലെ തന്നെ നസ്രാനികൾ അദ്ദേഹം കുരിശിൽ തറയ്ക്കപ്പെട്ടിട്ടുണ്ട്, കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന വാദത്തിൽ നിന്ന് പിന്മാറും. അപ്പോൾ അദ്ദേഹം മരണപ്പെടുന്നതിന് മുമ്പ് എന്നിവിടെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു. അതേസമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹം ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന സന്ദർഭത്തിൽ ചെയ്തതെന്താണ്? അവങ്കിലേക്ക് ഉയർത്തുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം വീണ്ടും ഭൂമിയിൽ വരികയും മരിക്കുകയും ചെയ്യുമെന്ന് ഈ ആയത്ത് നമുക്ക് തെളിവ് നൽകുന്നു. സൂറത്തു നിസാ 157 മുതൽ 159 വരെയുള്ള ആയത്തുകളാണ്. ഇബ്നു ജരീർ അത്ബരി റഹിമഹുല്ലാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് സ്വഹീഹായ സനദോടുകൂടി ഉദ്ധരിക്കുന്നു. വഇൻ മിൻ അഹ്ലിൽ കിതാബി ഇല്ലാ ലയുഅ്മിനന്ന ബിഹി ഖബ്ല മൗതിഹി, ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം മരിക്കുന്നതിന് മുമ്പ് അഹ്ലുൽ കിതാബുകാർ ക്രൈസ്തവർ ഈസാ നബിയിൽ വിശ്വസിക്കുമെന്ന് പറഞ്ഞത് ഖാല ഖബ്ല മൗതി ഈസ ഇബ്നു മറിയം, ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം മരിക്കുന്നതിന് മുമ്പ് എന്നാണ്. കാരണം ചില ആളുകൾ അതിനെ വ്യാഖ്യാനിച്ചത് ആ
യഹൂദി അതല്ലെങ്കിൽ ആ ക്രിസ്ത്യാനി ലോകത്ത് നിന്ന് മരിക്കുന്നതിന് മുമ്പ് ഈസാ നബിയിൽ വിശ്വസിക്കും എന്നാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം എന്നാണ്. എന്നാൽ ഈ ആയത്ത് കൊണ്ടുള്ള ഉദ്ദേശം ഈസാ നബിയുടെ മരണത്തിന് മുമ്പ് എന്നാണ്. അപ്പോൾ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം ഒരിക്കൽ കൂടി ഇവിടെ വരികയും ഇവിടെ വെച്ച് മരണപ്പെടുകയും ചെയ്യും എന്നതിന് ഈ ആയത്തുകളും തെളിവാണ്. അപ്പോൾ ഈ 2 ആയത്തുകൾ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ വരവിലേക്ക് സൂചന നൽകുന്നതാണ്.